ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു ഓലൻ വെച്ചാലോ? ഓണമൊക്കെ ആയില്ലേ? അപ്പോൾ നമുക്ക് രുചികരമായ ഒരു ഓലൻ പെട്ടെന്ന് തയ്യാറാക്കാം. ഓക്കെ. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഒരു ഓലൻ ഉണ്ടാക്കിയാലോ? ഓലൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഓണത്തിന് ഒരു ഓലനും കാളനും പച്ചടിയൊന്നും ഇല്ലാതെ എന്തോ ഓണം. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു കുമ്പളങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്ത്, നല്ല ഫ്രഷ് കുമ്പളങ്ങ നമുക്ക് പിന്നെ നമ്മുടെ നെയ്ബർ കൊണ്ടുത്തന്ന നല്ല സൂപ്പർ കുമ്പളങ്ങ, അത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഞാൻ 2 പച്ചമുളകും ഇട്ട്, അത് നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ്, നല്ല ഫ്രഷ് പച്ചമുളക്. അപ്പം പച്ചമുളകൊക്കെ ഇട്ട് വെച്ചു. ഇനി നമ്മൾ തേങ്ങയുടെ ഞാൻ 1ഉം 2ഉം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2ആം പാല്, ഇത് 1ആം പാല് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൗ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൻപയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചേക്കാണ്. അതിപ്പം നമുക്ക് എടുത്ത് നോക്കാം. ഒരു മിനിറ്റ് വേണ്ട. നമ്മൾ വൻപയറും വെന്തിരിക്കുന്നു, നോക്ക് കണ്ട, നല്ലപോലെ വെന്ത്. അപ്പോൾ അതിൻ്റെ കാര്യം ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാറിയോ, നമ്മുടെ സ്റ്റൗ കത്തിക്കുക, നമ്മുടെ 1ആം പാല് ഒഴിച്ച്, 1ആം പാലല്ല, 2ആം പാല് ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, ഉപ്പിട്ടു അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് നമ്മുടെ പാലൊക്കെ വറ്റാറായി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 3/4 ഭാഗം വെച്ച് കേട്ടോ, നമുക്ക് നമ്മുടെ വൻപയർ വേവിച്ചത് ഇടാം. നിങ്ങൾക്ക് ഓലൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓലൻ. നല്ല, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഏറ്റവും ഗുണമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മസാലകൾ അധികമില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല നല്ല സാധനങ്ങളാണ് കുമ്പളങ്ങയും വൻപയറും. അപ്പം വളരെ നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കുമ്പളങ്ങ, നല്ല എന്താ പറയുന്നത്, പുറത്തുനിന്ന് കുമ്പളങ്ങ കിട്ടിയപ്പം ഇന്ന് ഓലനുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്ന് ഓലനുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വൻപയറൂടെ ഒന്നുകൂടെ ഓൾറെഡി നമ്മൾ വെന്തതാണ്, എന്നാൽ ഇതിനുള്ള ഒരു മിങ്കിൾ ചെയ്യട്ടെ, അതിൻ്റെ രുചിയും കൂടി ഇങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ വൻപയറൊക്കെ ഇതിലൂടെ കിടന്ന് നല്ലോണം വെന്ത് തുടങ്ങി. രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഞാൻ ഉപ്പിട്ടാണ് വൻപയർ വേവിച്ചത് കേട്ടോ. അന്നേരം ഞാൻ ഈ കുമ്പളങ്ങയ്ക്കകത്ത് ഓൾറെഡി ഉപ്പിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊഴിച്ചാൽ മതി. നമ്മളിത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത്. അപ്പം നല്ലപോലെ ഒന്ന് വേവട്ടത്. ഓലനും കാളനും പച്ചടിയൊക്കെ നമ്മുടെ ഓണത്തിന് എന്താ പറയുന്നത്, ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ്. എല്ലാവരും ഉണ്ടായിരിക്കാം. ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. പക്ഷെ വലിയ എരിയില്ല, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് മസാലകളില്ല. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തൊക്കെ കുമ്പളങ്ങ ഒരു വീടുകളിലൊക്കെ ഉണ്ട്. പിന്നെ വൻപയർ മാത്രമേ എനിക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഒക്കെ ഇല്ല, നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ്. അപ്പം അതൊന്ന് വേവട്ടെ. എന്നിട്ട് കറിവേപ്പിലൂടെ എടുത്ത് വെക്കണം കേട്ടോ. ലാസ്റ്റ് ഇത് കടുക് പൊട്ടിക്കേണ്ട, അത് ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയോടൊക്കെ ഞെരടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് അറിയും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണമാണ് നമ്മളെ ഈ കറിവേപ്പില ഞെരടി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ, അല്ലേ? പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ 2ആം പാലൊക്കെ വറ്റി നല്ല വെന്ത്, അപ്പോൾ ഈ നമുക്ക് 1ആം പാലല്ല, കുറുകിയ ആ 1ആം പാല് തന്നെ നമുക്ക് ഒഴിക്കാം. ഞാൻ തീ ഓഫ് ചെയ്യാണ്, ഒട്ടും തിളയ്ക്കണ്ട. നമ്മുടെ നല്ല തളിരല നമ്മുടെ ഞെരടി ഇടുവാണേ, നമ്മുടെ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേക്കാം. മതി, സൂപ്പർ. ഇതൊരു മണം ഭയങ്കര കേട്ടോ. നമുക്ക് ജസ്റ്റ് നാക്കിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഓലൻ റെഡിയായിട്ടിരിക്കുന്നു. നല്ല ടേസ്റ്റും നല്ല മണവും കേട്ടോ, ഭയങ്കര മണമാണ്. നമ്മളെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റും ഉണ്ട്, നല്ല മണവും നല്ല രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.